പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ആ ഒരു മാസത്തിൽ തന്നെ 2 വിക്കറ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണല്ലേ! എന്തൊരു അവസ്ഥയാണല്ലേ ഇവരുടെയൊക്കെ എന്ന് പറയുന്നത്. വിക്കറ്റ് എന്നൊക്കെ പറയാൻ നമുക്കറിയാം, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാനേജറായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന സ്റ്റാഫ് പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു നെഗറ്റീവ് മാർക്ക് തന്നെയാണ് ആ ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു നെഗറ്റീവ് മാർക്ക് തന്നെയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന പൂക്കി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യങ്ങളിൽ നമ്മൾ കാണുന്നത്. കാരണം അധികാരത്തിൽ വന്നിട്ട് 2 മാസം തികയ്ക്കുന്നതിന് മുൻപ് തന്നെ 2 പേരാണ് രാജിവെച്ച് പോയിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം അവര് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല. ഈ ഒരു സർക്കാരിന്റെ ഇരട്ടത്താപ്പും ഈ ഒരു സർക്കാരിന്റെ നയങ്ങളുമൊക്കെ മനസ്സിലായ ജനങ്ങൾ പ്രതികരിച്ചതിന്റെ ഫലമായിട്ട്, പ്രതിഷേധിച്ചതിന്റെ ഫലമായിട്ട്, മാധ്യമങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു രാജി. അല്ലെങ്കിൽ നാണം കെട്ട് പടിയിറങ്ങി പോവുക, നാറി ഇറങ്ങി പോവുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അളിയൻ ഒരു പി എ ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ആയിട്ട്, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു. അതിനുശേഷം നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി സ്വർണം കട്ടവന്മാരുടെ കൂടെ നിന്ന് സ്വർണം കക്കാനായിട്ട് കൂട്ടുനിന്ന ഒരു ആളിനെ ഒരു പ്ലീഡർ ആയിട്ട് നിയമിക്കുന്നു. ഈ 2 പേരും ഈ അടുത്തിടയിലാണ് ഈ പറയുന്ന നമ്മുടെ സർക്കാരിൽ നിന്ന്, അല്ലെ സർക്കാരിന്റെ ഈ ഒരു സ്ഥാനം രാജിവെച്ച് പുറത്തു പോകുന്നത്. അതും ആ, അതീവ സമ്മർദ്ദത്തിലായിട്ടാണ് ഈ ഒരു പറയുന്ന രാജിയിലേക്കൊക്കെ അവർ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന തൊഴിലും ചെയ്ത് അടിപൊളിയായിട്ട് പോകും. ഇനി ഈ രാജിവെച്ച് പോകുന്നതിന് മുൻപ് എന്തൊക്കെ തോന്നിവാസങ്ങൾ ഇവന്മാരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നും എന്തൊക്കെ കാര്യങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഡോക്ടർ അരുൺകുമാർ അതിശക്തമായിട്ട് അതിരൂക്ഷമായിട്ട് വിമർശനവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അളിയനെ നിയമിക്കുന്ന അളിയൻ തന്നെ പുറത്താക്കുന്നു. എങ്ങനെ പറഞ്ഞാലും അളിയൻ ഈ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്ലീഡറായിട്ട് ഈ സ്വർണം കട്ടവന്മാരുടെ കൂടെ നിന്ന ഒരുത്തനെ അവനെ പിടിച്ച് നിയമിക്കുന്നു, ഒരു അഭിഭാഷകനെ. അപ്പം അങ്ങനെ അതും അവസാനം രാജിയിലേക്ക് പോകുന്നു. എല്ലാം ഡക്കിന് തെറിച്ചു പോകുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വിഷയങ്ങളിൽ മെഴുകാനായിട്ട് സ്മൃതീശനും വരുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം സ്മൃതി പരുത്തിക്കുരുവിൻ്റെ ഈ മെഴുകലുകളൊന്നും നിങ്ങൾക്ക് കാണുന്ന ഇഷ്ടമല്ല, നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ നിങ്ങളത് കാണിച്ചു തന്നേ പറ്റുള്ളൂ. കാരണം ഈ സ്മൃതി പരുത്തിക്കുരു അഹോരാത്രം പണിയെടുക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ്? കൊങ്ങികൾക്ക് വേണ്ടിയിട്ട്, അല്ലെ UDF വേണ്ടിയിട്ട്. ഇലക്ഷന് മുൻപും ഇലക്ഷന് ശേഷവും അതിലൊരു വീക്കവും വന്നിട്ടില്ല, അല്ലെ അതിലൊരു കുറവും വന്നിട്ടില്ല. ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് നേരെ ഡോക്ടർ അരുൺകുമാർ പറയുന്ന ആ കാര്യങ്ങളിലേക്ക് പോവാം. അളിയന്റെ രാജി അളിയനെ വിശുദ്ധനാക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ വിശുദ്ധനാക്കാൻ വേണ്ടിയിട്ട് അളിയന്റെ രാജിക്ക് വേണ്ടി ഈ അളിയനെ നിയമിച്ചതാരാ? മറ്റേ അളിയനാ. അപ്പൊ അളിയനെ വിശുദ്ധനാക്കാൻ വേണ്ടി അളിയൻ രാജിവെച്ചു എന്ന നെഗറ്റീവാണ് അതിന് ശേഷവും പറയുന്നത്. അളിയൻ എനിക്ക് ഏറെ വിശ്വസ്തനായിരുന്നു. അളിയൻ വിശ്വസ്തനായിരിക്കും അളിയ, പക്ഷേ അളിയൻ വിശ്വസ്തനാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അളിയനാണ് എന്നുള്ളതാണ് പ്രശ്നം. അത് സ്വന്തം വകുപ്പിലായി പോയി എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് വിശ്വസിക്കാൻ മറ്റൊരാളും ഇല്ല എന്ന് അങ്ങ് പറയുമ്പോഴാണ്, അഥവാ പറയുന്ന രീതിയിൽ അങ്ങ് പ്രതികരണം നടത്തുമ്പോഴാണ് പ്രശ്നം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് അളിയനെ വിശുദ്ധനാക്കാനുള്ള രാജി എന്ന മട്ടിലുള്ള വ്യാഖ്യാനം ശരിയല്ല. ഗുരുതരമായ പിഴവാണ് അവിടെ സംഭവിച്ചത്. സ്വജനപക്ഷപാതം, ബന്ധു നിയമനം, ഇതിന്റെയൊക്കെ പേരിൽ കഴിഞ്ഞ 10 വർഷം LDF സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചവർ തന്നെയാണ്, അതും KPCCയുടെ അധ്യക്ഷൻ തന്നെയാണ് വന്നതെന്ന് പറയുന്നത്. ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് നിയമപരമായ തടസ്സമില്ല, കാര്യക്ഷമതയുള്ള പൊതുപ്രവർത്തകനാണ്, ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് അതിനെ ആദ്യം ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഒടുവിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇത് പിടിവിട്ടു പോകുമെന്ന് തോന്നി. ഒടുവിൽ അളിയന്റെ രാജി വന്നു. അപ്പോഴാണ് വ്യാഖ്യാനം എത്തുന്നത്, അളിയന്റെ പേരിന് സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാജിവെച്ചു. പക്ഷെ എന്റെ ചോദ്യം, സ്വന്തം അളിയനെ സ്വന്തം വകുപ്പിൽ പേഴ്സണൽ സ്റ്റാഫായി തീരുമാനിക്കാൻ എടുക്കുന്ന ആ നിമിഷമുണ്ടല്ലോ, ആ നിമിഷം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. KPCC പ്രസിഡന്റ് ആയിരുന്നു സണ്ണി ജോസഫ്, സാധാരണ ഒരു മന്ത്രിയല്ല. KPCC അധ്യക്ഷൻ എന്ന പദവിയിൽ കൂടി ഇരിക്കുന്ന മനുഷ്യനാണ് ഈ സ്വജനപക്ഷപാതത്തിനും ബന്ധു നിയമനത്തിനുമായിട്ട് കുടപിടിച്ചത് എന്നുള്ളതാണ്. ആദ്യ പ്രതിച്ഛായ നഷ്ടം അവിടെ തുടങ്ങി കേട്ടോ. അത് വലിയ രീതിയിൽ ജനങ്ങളെ സംശയമുന്നിൽ നിർത്തി ഈ സർക്കാരിനെ. രണ്ടാമത്തെ യൂട്ടേണോ അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. ആ യൂട്ടേണിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്താണ്? രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരാണ് രാജി ആവശ്യപ്പെട്ടത്? നമ്മുടെ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം രാജി സമർപ്പിച്ചിരിക്കുന്നു. നിയമിച്ചതാരാ? നിയമവകുപ്പ് മന്ത്രിയാണ് നിയമിച്ചത്. ആരാ നിയമവകുപ്പ് മന്ത്രി? ഇതേ മുഖ്യമന്ത്രി തന്നെയാണ്, വി.ഡി. സതീശൻ തന്നെയാണ്. അപ്പോ നിയമിച്ച വി.ഡി. സതീശൻ തന്നെ രാജി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ നിയമിച്ചത്? രാജിവെക്കാൻ വേണ്ടിയാണോ നിയമിച്ചത്? അതിനെ ഉത്തരം പറയാം. എന്തിനാണ് നിവർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ എന്തിനാണ് കുനിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിവരാൻ വേണ്ടി കുനിഞ്ഞതാണ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയാണ് അരുൺകുമാർ സാറെ. വേണ്ടിയാണോ നിയമിച്ചത്? ചോദിച്ചു വാങ്ങി എന്നുള്ളതാണ്. എന്ത് നെഗറ്റീവാണ്? അളിയനെ വിശുദ്ധരാക്കാൻ വേണ്ടി അളിയൻ രാജിവെക്കുന്നു ഒരു ഭാഗത്ത്. രണ്ടാമത്
മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങുന്നു. സാർ, ഇതേ സ്ഥാനത്തേക്ക് നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ അങ്ങ് തന്നെയല്ലേ ഈ KP പ്രദീപിനെ നിയമിച്ചത്? ഈ ഭണ്ഡാരിയുടെ വക്കീലായിട്ട് വന്ന, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലായിട്ട് വന്ന് സ്വർണം കവർന്നുവെന്ന് SITക്ക് സംശയമുള്ള, പൊതുജനങ്ങൾക്ക് സംശയമുള്ള, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കള്ളന്റെ വക്കീലിനെ ഈ പറയുന്ന എവിടെ നിന്ന് സ്വർണം കവർന്നോ അവരുടെ വക്കീലായിട്ട് തീരുമാനിച്ചത് അങ്ങ് തന്നെയല്ലേ? എന്നിട്ട് രാജി ചോദിച്ചു വാങ്ങി എന്ന് പറയുന്നതിലെ ഒരു കൗതുകം, അത് എത്രമാത്രം അപഹാസ്യമാണ് എന്നുള്ളതാണ്. ഇതുപോലെ പ്രതികരിക്കാനായിട്ട് നട്ടല്ലാരുടെ മുന്നിൽ പണയം വെക്കാത്ത മാധ്യമ പ്രവർത്തനം എന്താണെന്ന് അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എത്തിക്സ് എന്താണെന്ന് അറിയാവുന്ന ആളുകൾക്ക്. ബാക്കിയുള്ളവന്മാർ എപ്പോഴും ഈ UDF ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും തന്തയ്ക്ക് പുറക്കഴിയേക്കും എല്ലാം കുടയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. അതായത് ഈ കൊടി പിടിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്ന അണികളെ പോലെ ഇവന്മാരങ്ങ് നടക്കും. അരുൺകുമാർ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് ഉത്തരം നൽകാനായിട്ട് ഏതെങ്കിലും കൊങ്ങികൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കുറേ ഈ ക്യാപ്സ്യൂൾ പരുവത്തിൽ കുറേ സാധനങ്ങൾ ഇട്ടുകൊണ്ട് മുഖമില്ലാത്ത കുറേ അക്കൗണ്ടുകൾ വന്നുകൊണ്ട് തെറി വിളിച്ചിട്ടും അതൊന്നും അല്ലടാ മക്കളെ ആണത്തം. ആദ്യം നീയൊക്കെ നിൻ്റെയൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് വന്ന് ഉണ്ടാക്കാൻ വാ കമൻറ്റ് ബോക്സിൽ എന്ന് എനിക്ക് അവന്മാരോട് പറയാനുള്ളൂ. അപ്പം അങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം ഫേസ്ബുക്കിൽ പല പോസ്റ്റുകളും ഇട്ടുകൊണ്ട് പിണറായി വിജയനെ അവഹേളിച്ചു കൊണ്ടുമൊക്കെ ചില മക്കളുടെ കമൻറ്റുകളും ചില മക്കളുടെ പോസ്റ്റുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ മെഴുകുന്നവന്മാർക്ക് പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ ഈ ഒരു അരുൺകുമാർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് പിന്നെ നിയമിച്ചത്? രാജിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ നിയമിച്ചത്? ഈ LDF സർക്കാർ ഇരിക്കുമ്പോൾ വലിയ തെറ്റായിരുന്ന കാര്യങ്ങളൊക്കെ UDF സർക്കാർ വന്നപ്പോൾ വലിയ തെറ്റുകളല്ല, സാധാരണമായതൊക്കെ അസാധാരണമായതൊക്കെ സാധാരണമാവുന്നു. ഇതിനൊന്നും ഒരു ചോദ്യങ്ങളുമില്ല, ഇതിനെയൊന്നും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നില്ല. ഇതൊക്കെയാണ് മാധ്യമധർമ്മം. ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ. പിണറായി വിരുദ്ധത ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ട് പോകും. പിണറായി വിരുദ്ധത പരത്താനായിട്ട് എത്രത്തോളം സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. നിപ്പ, കൊറോണ എന്നൊക്കെ ആ പറയുന്ന സാധനങ്ങൾ പടർന്നു പിടിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ, അതിനേക്കാൾ പവർഫുള്ളായിട്ട് ഈ പറയുന്ന പിണറായി വിരുദ്ധത പരത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള അതിനെ അടക്കി വാഴുന്ന കുറേ നേതാക്കന്മാരും കൊങ്ങികളുടെ കുട്ടന്മാരുമൊക്കെ. എന്നാൽ ഇതൊക്കെ ബലം കണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളെ ഇവർക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ EVM ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയും ഈ പറയുന്ന തട്ടിപ്പിൻ്റെ ആക്കവും വീക്കവും അങ്ങോട്ട് കൂടി. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഈ പ്ലീഡറെ നിയമിച്ചതിൻ്റെ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി നിയമിച്ചാണ്, അത് മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ, എന്താണ് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കാമെന്നാണ്. പിന്നീട് ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് നേരെ പ്ലേറ്റ് അങ്ങ് തിരിച്ചു. ഇവരുടെ ഈ ഒരു സ്വഭാവമാണല്ലോ ഈ ഡബിൾ ഫാദർ സിൻഡ്രോം എന്നൊക്കെ പറയുന്നത്. അത് അവർ കാണിക്കുകയും ചെയ്യും, നമുക്ക് അതിനെ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായിട്ടില്ല. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഒരു ഡിസ്ക്രിഷണറി പവറിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു നേരത്തെ. ഒരു കാരണവശാലും പ്രതികളാരും രക്ഷപ്പെടില്ല, അക്കാര്യത്തിൽ ഉറപ്പ് നൽകാം. നിയമനത്തിൽ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും അത് ഭക്തജനങ്ങൾക്ക് സംശയം ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ ഏതെങ്കിലും ആരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഏർപ്പാട് UDFിലില്ല. ഞങ്ങൾക്ക് കൂട്ടത്തിനകത്തമാണ്. എല്ലാ നല്ല കാര്യങ്ങളും എന്തെങ്കിലും ദോഷം പറ്റിയാൽ അത് ഞങ്ങൾ തുല്യമായിട്ട് പങ്കുവയ്ക്കും. ഈ പറയുന്ന ഇരട്ടത്താപ്പാണോ സാറേ തുല്യമായിട്ട് നിങ്ങൾ പങ്കുവെക്കുമെന്ന് പറയുന്നത്? നിങ്ങൾ തന്നെ നിയമിക്കുന്നു, നിങ്ങൾ തന്നെ രാജിവെപ്പിക്കുന്നു, നിങ്ങൾ തന്നെ പത്രമാധ്യമങ്ങൾക്ക് വന്നിട്ട് ഒരു ബൈറ്റ് കൊടുക്കുന്നു. ഇതെല്ലാം വിശ്വസിക്കുന്ന നല്ലൊരു സമൂഹം നമ്മുടെ ഈ കേരളത്തിലുണ്ടെന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ വല്ലാത്ത പുച്ഛം മാത്രമേ ഉള്ളൂ അവരോട്. ഇതിനു വേണ്ടി മെഴുകാൻ വേണ്ടിയിട്ട്, പിന്നെ വേറെ കാര്യമുണ്ട്, മെഴുകാൻ വേണ്ടിയിട്ട് ഇവരുടെ സഹോദരി ഉണ്ടല്ലോ സ്മൃതി പരുത്തിക്കുരു, റിപ്പോർട്ടർ ചാനലിൽ. ആ സ്മൃതി പരുത്തിക്കുരു പറയുന്ന ഒരു കാര്യവും മുഹമ്മദ് റിയാസിനെ പറ്റി പറയുന്ന ഒരു കാര്യവും അതിന് ആൻഡോ എന്ന് പറയുന്ന ഒരാൾ കൊടുക്കുന്ന മറുപടിയും കൂടിയുണ്ട്. ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മളിന്ന് രാവിലെ കാണുന്ന ഒരു ഷോ ഉണ്ട്, ഞാൻ അതൊരു ഷോ തന്നെ പറയും കേട്ടോ. റിയാസിനെ പറ്റിയാണ്. മുൻ മന്ത്രി അദ്ദേഹം കളക്ടറുടെ മുറിക്ക് പുറത്തു വന്നിട്ട് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല, അവിടെയുള്ള ആളുകളെ വിളിച്ചിട്ട് ആശ്വസിപ്പിക്കണം എന്ന് പറയാണ്. ഒരാൾക്കാണ് നിപ്പ ബാധിച്ചിരിക്കുന്നത്, അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം എവിടേക്ക് വിളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നാടാണ് ബേപ്പൂരാണ്. ഇപ്പൊ കോഴിക്കോടുള്ള എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് അറിയാം. എൻ്റെ പൊന്നു സ്മൃതി, നിപ്പ എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന എലിപ്പനി പോലെയോ അല്ലെങ്കിൽ ഈ ജലദോഷം പോലെയോ ഒന്നും അല്ല. നിപ്പ ബാധിച്ചു കഴിഞ്ഞാൽ എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? നിപ്പ എന്ന് പറയുന്നൊരു സാധനം അതീവ ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഒരാൾക്ക് വന്നാലും ഒരാൾക്ക് സംശയമുണ്ട്, വരാൻ ഒരു രോഗ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ ഏരിയ കണ്ടെയ്ൻമെൻറ്റ് സോൺ തന്നെ ആക്കണം. കൊറോണ പോലും നമുക്കറിയാം, കൊറോണയ്ക്കും തീവ്രത കൂടുതലായിരുന്നു. എന്നാൽ അതിവിടെ ഭരിച്ചിരുന്ന ആളുകളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ കാരണവും അവരുടെ ദീർഘവീക്ഷണങ്ങൾ കാരണമൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഈ തീവ്രതയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അധികം മരണനിരക്കില്ലാതെ തന്നെ നമുക്ക് ഈ കൊറോണയെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ നിപ്പ എന്ന് പറയുന്നത് കൊറോണയെക്കാളിലുമൊക്കെ അപകടകാരിയാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ഇത്രയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് എന്തിനാണ് സ്മൃതി പറയുന്നത്?
നിങ്ങളുടെ ആളുകൾ കാണിക്കുന്ന തോന്നിവാസങ്ങളെ എന്തിനാണ് ഇങ്ങനെ മറ പിടിച്ച് അല്ല ഒരു കുട പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മറ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഇതൊക്കെ ജനങ്ങൾക്കറിയാം സ്മൃതി. എന്താണ് ഈ രോഗമെന്നും ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ജനങ്ങൾക്കറിയാം. ഈ ഒരു രോഗത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് അല്ലെ എന്തെങ്കിലും സജ്ജീകരണങ്ങൾ നമ്മുടെ ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ UDF സർക്കാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? ഒരു കോപ്പുമില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. ബാക്കിയായിട്ട് നോക്കാം. ഇനി ഇങ്ങനെ ഒരു പ്രദേശത്ത് ഈ പ്രശ്നം ബാധിത പ്രദേശമാണെങ്കിൽ അവിടുത്തെ ഒരാളുടെ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് വിളിക്കാനാവുന്നതാണ്. അവിടേക്ക് വിളിക്കണ്ട എന്ന് കളക്ടർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതിൽ വിശദീകരമായിട്ട് വരുന്നത് കണ്ടെയ്ൻമെന്റ് സോൺ ഇല്ല, അങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് എനിക്ക് പ്രവേശനം വേണമെന്ന രൂപത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ആവശ്യപ്പെടുക? അപ്പോൾ ഈ ശ്രദ്ധ ആകർഷിക്കാൻ മുൻകാലത്ത് ചെയ്തിരുന്ന പോലെയുള്ള ഇത്തരം ഗിമ്മിക്കുകളിൽ നിന്ന് മാറി നിൽക്കുക, യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്. നിപ രോഗബാധ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്കേ വന്നിട്ടുള്ളൂ എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനി പടരാതിരിക്കട്ടെ. അതിനുവേണ്ട പ്രതിരോധ നടപടികൾ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ വിമർശിക്കാം. അതിൽ വിമർശനവുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല എന്ന രൂപത്തിലുള്ള നാടകങ്ങളൊക്കെ കളിക്കുന്നത് വളരെ മോശമാണ് എന്നൊക്കെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. സ്മൃതി, നിനക്ക് വേറൊന്നും പറയാൻ കാണില്ല. കാരണം നിന്റെ ചാച്ചന്മാരാണല്ലോ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അവിടെ ഫോൺ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന റിയാസ് പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരിരിക്കുന്ന സമയത്താണ് ഈ നിപ്പ അടക്കമുള്ള കോവിഡ് അടക്കമുള്ള മഹാമാരികൾ കേരളത്തിലേക്ക് ആഞ്ഞടിക്കുന്നത്. അതിന് മുൻപ് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒരു സാധനങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ. എന്നാൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ അതിന് വേണ്ടി പഠിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിരുന്നത്. ഒരിക്കലുമല്ല. അതിന് വേണ്ടുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെ എടുക്കാമോ അതെല്ലാം കൃത്യമായിട്ട് കണ്ടുപിടിച്ചെടുത്ത് ജനങ്ങളുടെ ജീവനും അവരുടെ സമ്പത്തും എല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെ അതിനെയൊക്കെ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തത്. എന്നാൽ ഇന്ന് ഈ അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റിയെല്ലാം നല്ല ബോധ്യമുള്ള ആളുകളാണ്. അതിനെടുക്കുന്ന ഏതാണോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ അതുപോലും കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് കൂടിയും ആ മെഡിസിൻസ് ആശുപത്രികളിൽ സജ്ജീകരിച്ച് വെക്കാൻ അല്ലെങ്കിൽ അതിനെ അവൈലബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. അതിനെപ്പറ്റി എന്താണ് സ്മൃതി പരുത്തിക്കുര്യന് പറയാനുള്ളത്? അതും നിങ്ങൾ ഈ പറയുന്ന പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നിപ്പ ഉണ്ടാകുന്ന വവ്വാലിൽ നിന്നാണെന്ന് അന്നേ നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം അതിൻ്റെ ശാസ്ത്രീയ ഗവേഷണങ്ങൾ അടക്കം കണ്ടുപിടിച്ച് അവർ സ്ഥിരീകരിച്ചതാണ്. എന്നാൽ അന്ന് ഇവർ പറഞ്ഞ എന്താണ്? നിപ്പ ഉണ്ടാക്കുന്ന വവ്വാലല്ല, ആ വവ്വാലിനെ വെറുതെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടിയായിട്ട് ഇറങ്ങും, വവ്വാൽ നമ്മുടെ ദേശീയ മൃഗമാണെന്നുള്ളത്, അല്ലെ ദേശീയ പക്ഷിയാണെന്നുള്ളത്. എന്നിട്ട് ഇന്നിപ്പോൾ പറയുന്നത് വവ്വാലിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന നിപ്പ ഉണ്ടാകുന്നതെന്നാണ്. ഇതിന് ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയാതെ എന്തൊക്കെയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ അത് വന്നിരുന്ന് ഇങ്ങനെ തുപ്പാൻ വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന സ്മൃതി പരുത്തിക്കുരുവിൻ്റെ ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സ്മൃതിക്ക് ആൻ്റെ കൊടുക്കുന്ന മറുപടി കൂടിയുണ്ട്, അതിനെ കാണിച്ചു തരാം. മുഹമ്മദ് റിയാസിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ. എന്താണ് സംഭവിച്ചതെന്നറിയോ? അവർ ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉള്ളവരെ ലിസ്റ്റ് തയ്യാറാക്കി. കണ്ടെയ്ൻമെന്റ് ലിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കണ്ടെയ്ൻമെന്റ് സോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാവരും കൂടെ ലിസ്റ്റ് തയ്യാറാക്കി. ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിന്റെ ഭാഗമാണ്, നിങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിന്റെ ഭാഗമാണ്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് നീങ്ങരുത്, ഇങ്ങോട്ട് നീങ്ങരുത്, നിങ്ങൾ ആരും ബന്ധപ്പെടാൻ പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞിട്ട് ഇവർ ആ വഴിക്കാൻ പോയി. പിന്നെ 3 ദിവസമായിട്ട് ഒരു അനക്കമില്ല. ഇവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, അകത്തേക്ക് വരാൻ പറ്റുന്നില്ല, ഇവർക്ക് ആരും സംസാരിക്കാൻ പേടി. അവിടെ ആ ജനങ്ങൾ മുഴുവൻ MLA ഓഫീസിലേക്ക് വിളിച്ചു, മന്ത്രി ഓഫീസിലേക്ക് വിളിച്ചു. DMN ഓഫീസിൽ DMO പറയുന്നത് എനിക്ക് ചാർജ് ഇല്ല എന്നാ പറയുന്നത്. ആർക്കാ ചാർജ്? കളക്ടർക്കാണ് ചാർജ്. കളക്ടറോട് ചോദിക്കുമ്പോൾ കളക്ടർ പറയുന്നത് എന്താ? കളക്ടർ പറയുന്നത് നമുക്ക് മന്ത്രി പത്രസമ്മേളനത്തിൽ പറയും, എന്നോട് പറയരുത് ആവർത്തിക്കുന്നത്, മന്ത്രി പത്രസമ്മേളനത്തിൽ പറയും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഈ പറയുന്ന കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ട് എന്ന് പറയുന്ന കുറെ ആൾക്കാർ, ഏകദേശം 4 മണ്ഡലത്തിലുള്ള കുറെ ആൾക്കാർ ലിസ്റ്റ് തയ്യാറാക്കി പോയിരിക്കുകയാണ്. എന്നിട്ട് ഇവരോടെല്ലാം ഫോണിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഒരാളും സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് ഇവർ ഒരു നിവൃത്തിയില്ലാതെ MLA വിളിക്കുകയാണ്. MLA വിളിച്ചിട്ട് പറയുന്നു, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുമോ പറ്റില്ലയോ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണത്, എന്താ ചെയ്യേണ്ടത്, ഭക്ഷണം മേടിക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ്. അതെ, റിയാസിനെ അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ല. ഇവരെന്താ ചെയ്യേണ്ടത്? സർക്കാർ ഓർഡർ ഇട്ടേക്കാണ്, സർക്കാർ പറഞ്ഞേക്കാണ്, കളക്ടർ ഓഫീസിൽ വിളിച്ച് പറഞ്ഞേക്കാണ്, നിങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിന്റെ ഭാഗമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം ഈ റിയാസ് പറയുന്നത് എന്താണെന്നറിയോ? ഈ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾ അവരെ വിളിച്ച് അവരെന്താ ചെയ്യേണ്ടതെന്ന് പറയണം എന്നാ പറയുന്നത്. അത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അല്ലാതെ റിയാസിലാണ് പോയി വിളിക്കാൻ പറ്റാത്തവരല്ല. നിങ്ങൾ ഇവരെ വിളിച്ചിട്ട് എന്തുകൊണ്ട് ഇവരോട് സംസാരിക്കുന്നത്, അവരെന്ത് ചെയ്യണം, അവരെ സംവിധാനം, അവർക്ക് ആശങ്കയുണ്ട്, ആശങ്ക പരിഹരിക്കണം എന്നാ പറയുന്നത്. അവിടെ ആശങ്ക പരിഹരിക്കാൻ മന്ത്രിയില്ല, കളക്ടറും ഇല്ല, നേതാക്കന്മാരും ഇല്ല, DMO ഇല്ല, ഒന്നുമില്ല. ഇവർ ചോദിക്കാൻ പറയുന്നത് നേരത്തെ വവ്വാലുണ്ടായിരുന്നില്ലേ, ഇപ്പൊ വവ്വാലുണ്ടായിരുന്നില്ലേ എന്നുള്ള പഴയ കഥകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്നുകൊണ്ടാണ് നിപ്പ വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ, സ്മൃതിക്ക് നല്ല രീതിയിൽ അന്നനാളം നിറയ്ക്കുന്ന രീതിയിൽ തന്നെ ആൻഡോ അടക്കമുള്ള ആളുകൾ മറുപടി കൊടുത്തിരിക്കുകയാണ്. വേറെ കാര്യമുണ്ട്, നിപ്പ എന്ന് പറഞ്ഞാൽ അപ്പാന്ന് കേൾക്കുന്നവന്മാരാണ് ഈ കൊങ്ങികളുടെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
അപ്പോൾ എന്തിനാണ് മുഹമ്മദ് റിയാസ് അവിടെ പോയിരുന്നതെന്നും അതൊരു ഗിമ്മിക്കായിരുന്നു എന്നോ ഒരു പ്രഹസനമായിരുന്നു എന്നും ഒക്കെ ഈ ഒരു വാർത്ത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മുഹമ്മദ് റിയാസ് കൃത്യമായിട്ട് അവിടെയുള്ള ആളുകളെ സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് അവകാശപ്പെട്ടുകൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത്. അയാൾക്ക് അതിൻ്റെ ആവശ്യകതയൊന്നുമില്ല, എന്നാലും അയാൾ അവിടെ പോയി. അതിനെ ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വളച്ചൊടിക്കാനായിട്ട് നോക്കുന്ന സ്മൃതി പരുത്തിക്കുരുവിൻ്റെ ചേതോവികാരം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിപ്പ എന്താണെന്നും നിപ്പ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്നും മനസ്സിലായിട്ടും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിക്കോഷൻസും എടുക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു ഭരണകൂടം അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്.